കൊടൈക്കനാലിലെ മറ്റൊരു ഏറ്റവും പ്രശസ്തമായൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കൊടൈക്കനാൽ ലേക്ക്. കൊടൈക്കനാൽ ലേക്ക് ടൗണിൽ തന്നെയാണ്. അതിന് ചുറ്റും നമുക്ക് കുറച്ച് സൈക്കിളൊക്കെ എടുത്ത് ചവിട്ടാം. അതുപോലെ ബോട്ടിംഗ് ഉണ്ട്. ഇതെല്ലാമാണ് കൊടൈക്കനാൽ ലേക്കിനെ ഏറ്റവും മനോഹരമാക്കുന്നതും അതുപോലെ സഞ്ചാരികളെ ഏറ്റവും പ്രിയപ്പെട്ടതാക്കുന്നതും. ഈ ബോട്ടിങ്ങിൽ, അതായത് ബോട്ടിംഗ് മീൻസ് നമുക്ക് അവിടെ നിന്ന് സിംഗിൾ പെഡല്, ഡബിൾ പെഡല്, അങ്ങനെ 4 പേർക്ക് കയറാവുന്ന, 6 പേർക്ക് കയറാവുന്ന, 8 പേർക്ക് കയറാവുന്നതൊക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. നമുക്ക് തന്നെ തുഴയാം, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ തുഴയുന്ന ബോട്ടുകളിൽ നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെയൊക്കെ ഈ ലേക്കിൻ്റെ മനോഹരത നമുക്ക് കാണാം. ഞങ്ങളെന്തായാലും 4 പേർക്ക് കയറാവുന്ന ഒരു പെഡൽ ബോട്ടാണ് എടുത്തത്. അവിടെ കുഞ്ഞൂസും അക്കൂസും നല്ല അടിയാണ്. അതിൻ്റെ ആ പെഡൽ ചവിട്ടുന്നതൊപ്പം അതിൻ്റെ ദിശ നിയന്ത്രിക്കുന്ന ആ ലിവറാണ്. ആ ലിവർ നിയന്ത്രിക്കാൻ, അതായത് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിങ്ങിന് എത്ര പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ആ ലിവറിന്. അതിനുവേണ്ടി അവന്മാർ അടിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്തിരുന്നല്ല സുന്ദരമായിട്ട് പെഡൽ ചവിട്ടി കൊടുത്തു. അങ്ങനെ ഇതിൻ്റെ മനോഹരതയൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്കൊരു അരമണിക്കൂർ ഇതിൽ കറങ്ങാം. കൂടുതലും കറങ്ങാം, അതിനനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും എന്നുള്ളൂ. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പുറത്തൂടെ സൈക്ലിംഗ് ഉണ്ട്. എന്നാലും ഞങ്ങളത് ട്രൈ ചെയ്തില്ല. അങ്ങനെ ഈ കൊടൈക്കനാൽ ലേക്ക് അത് നല്ലൊരു സംഭവമാണ്. കൊടൈക്കനാൽ പോയാൽ ആരും തന്നെ അത് മിസ് ചെയ്യാതിരിക്കുക. നല്ലൊരു യാത്രയാണ്. ആ തണുപ്പും ആ വെള്ളവും ആ കാഴ്ചകളും എല്ലാം കണ്ട് അങ്ങനെ ബോട്ടിൽ ഒരു അരമണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു റിലാക്സേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതാരും മിസ് ചെയ്യാതെ ഇരിക്കുക. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ പതുക്കെ ഇതൊക്കെ അടുപ്പിച്ചു. ഞങ്ങളുടെ ടൈം കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ തിരിച്ചു വന്നു, കൊടുത്തു. ഇൻ കേസ് നമ്മൾ ആ പറയുന്ന സമയത്ത് അരമണിക്കൂറിൽ തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പം കൊടൈക്കനാൽ പോകുന്ന ആരും ഈ കൊടൈക്കനാൽ ലേക്ക് മിസ് ചെയ്യാതെ ഇരിക്കുക.